പി ആർ കിട്ടാൻ 100 പോയിന്റ് ഒക്കെ വേണം അല്ലേ ഓസ്ട്രേലിയയിൽ? 100 പോയിന്റ് ഒന്നും വേണ്ട. ഒക്യുപ്പേഷൻ ഡിമാൻഡാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒക്യുപ്പേഷൻ ആണെങ്കിലും 65 പോയിന്റിലും PR കിട്ടും. ഹെൽത്ത് പ്രൊഫഷണൽസിന് മാത്രമേ നമുക്ക് PR കിട്ടുള്ളൂ? ഒരിക്കലുമില്ല. കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ഒക്യുപ്പേഷൻസിനും അതേപോലെ ട്രേഡ് റിലേറ്റഡ് ഒക്യുപ്പേഷൻസിനൊക്കെ മിനിമം പോയിന്റ്സിന് PR കിട്ടുന്നുണ്ട്. പാർട്ട്ണറിന്റെ പ്രൊഫൈൽ കൊടുത്താലും നമുക്ക് PR-ന് അങ്ങനെ പോയിന്റ്സ് ഒന്നും കിട്ടാറില്ല. പാർട്ട്ണറിന്റെ പ്രൊഫൈലിനും നമുക്ക് PR-ന് പോയിന്റ്സ് കിട്ടുന്നുണ്ട്. 5 പോയിന്റ്സ് ഫോർ കോമ്പിറ്റന്റ് ഇംഗ്ലീഷ്, അതേപോലെ തന്നെ 5 പോയിന്റ്സ് ഫോർ സ്കിൽ അസസ്മെന്റ്. ഇങ്ങനെയാണ് പോയിന്റ്സ് കിട്ടുന്നത്. ഓസ്ട്രേലിയൻ PR കിട്ടിയാൽ നമുക്ക് ജോബൊക്കെ ഗ്യാരണ്ടീഡ് ആണല്ലേ? ഒരിക്കലും അല്ല. ഓസ്ട്രേലിയൻ PR ജോബ് ഗ്യാരണ്ടീഡ് അല്ല. ജോബ് നമ്മൾ വേറെ തന്നെ ആയിട്ട് ഫൈൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓസ്ട്രേലിയൻ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് PR കിട്ടുള്ളൂ? അല്ല. നമ്മൾക്ക് നോർമൽ നമ്മുടെ നാട്ടിലെ വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് കൗണ്ട് ചെയ്യാം, പ്രൊവൈഡഡ് നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള നോമിനേറ്റഡ് ഒക്യുപ്പേഷനായിട്ട് മാച്ച് ചെയ്ത് പോകണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഹെൽത്ത് ഇഷ്യൂസ് PR-ന് ഒരു കൺസേൺ ആണ്. മൈനർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ നമുക്കതൊരു കൺസേൺ അല്ല. മേജർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ അതൊരു കൺസേൺ ആണ്. ഇപ്പോൾ ഒരു മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി പോലത്തെ അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ അത് കൺസേൺഡ് ആണ്. നമുക്ക് PR റിഫ്യൂസൽസ് വരും.